ബസ് സ്റ്റോപ്പിൽ ഞാൻ പെട്ട്, ഡോർ ഓപ്പൺ ആകണില്ല. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് കയറാം. ഓക്കെ, സമയം 6 മണി 7 മണിയായി. അപ്പം നേരെ പേരലിലാണ് ഇന്നത്തെ പരിപാടി കേട്ടാ. അങ്ങനെ പേരലിലെത്തി. ഇതാ പേരലിലാണ്. പേരലിൽ ഇവിടെ ഞാൻ ഒരട്ടം വന്നതാണ്. റോൾസ് റോയ്സും ഫെററിയൊക്കെ കാണിച്ചൊന്നുമില്ലായിരുന്നു. ആ ഏരിയയിലാണ്. ഇവിടെ നമ്മൾ കൂട്ടുകാരുണ്ട്, ജംഷി. ഓനെ തപ്പിയോട്ടെ, എവിടെ ഉള്ള നോക്കട്ടെ ആദ്യം. ഓക്കെ, ഒരു ഫെറൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കേക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം എന്ന് പറയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഒരു ചെറിയൊരു പീസിൻ്റെ ഉള്ളിലപ്പോൾ ഉള്ളത്. ഇതിങ്ങനെ പോയാൽ അവിടെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും ഒന്നുകൂടെ പോയി നോക്കാം. ഇതാണ് മക്കളെ പേരൽ. ബോട്ടൊക്കെ നോക്കി. പേരൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലുസൈലിൻ്റെ അങ്ങോട്ട് എത്തണ്ട, അതിൻ്റെ മുന്നുള്ള ഏരിയ ആണ്. എന്നാൽ ലുസൈലാണോ എന്ന് ചോദിച്ചാൽ ലുസൈലാണ്. ഓക്കെ, ഇതൊരു ചെറിയൊരു ഐസ്ലാൻഡാണ്. അതായത് ഒരു ചെറിയൊരു ദ്വീപ് പോലെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ടൂറിസ്റ്റുകൾക്കുള്ള ഏരിയയാണ്. ടൂറിസ്റ്റുകൾക്ക് ഹോട്ടലുകൾ, അതുപോലെ തന്നെ എല്ലാവിധ പരിപാടികളും, A to Z പരിപാടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് ഇന്നത് എന്നൊന്നും പറയാനില്ല. അതാണ്ടോ ഫുള്ള് ബോട്ടുകളാണ് ആ കാണുന്ന മുഴുവൻ ബോട്ടുകളാണ്. ആണോ, ലൈറ്റ് ഇട്ട് വെച്ചതൊക്കെ ബോട്ടുകളാണ്. അതായത് കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ മുതലുകളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവിടെ താരം കുറവാണ്. ഈ സൈഡിലേക്ക് നോക്കി, ഈ സൈഡിൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയൊരു ദ്വീപാക്കി എടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയ സ്ഥലമാണിത്. ഖത്തറിൽ വന്നാൽ വരുന്നവർ, ടൂറിസ്റ്റ് വ്യൂസിലൊക്കെ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമാണിത്. പകൽ വന്നാലും രാത്രി വന്നാലും കിടുവാണ്. ഓക്കെ, ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് എടുത്തതാണ്. പക്ഷെ അന്ന് ഇതിൻ്റെ വീഡിയോസ് എടുത്തത് ഇതുപോലെ രാത്രിയിലാണ്. പകലിൽ നമ്മളിവിടെ വരില്ല. ഇവർ ഈ ഫുഡ് അടിക്കാൻ വരുന്നതൊക്കെ ഈ സമയത്താണ്. അതാണുള്ള പ്രശ്നം. ഓക്കെ, ഇതാ ഈ സൈഡിലുണ്ടോ, ഇവിടെയൊക്കെ ഹോട്ടലുകളാണ്. ഈ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് എന്താ പറയുക, അവിടെ കണ്ടോ ഫയർ. അതുപോലെ ഗ്ലാസ്സിൽ ഫയർ ഇട്ടിട്ട് കണ്ടോ, അവിടെ ഗ്ലാസ്സിൽ ഫയർ ഇട്ടിട്ട് എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചായയും വെള്ളവും മണിക്കൂറോളം ഇരുന്ന് കളയും. അപ്പം വരുന്നവരൊക്കെ മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് എന്താ പറയുക, വിസിറ്റ് ചെയ്തിട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ പേരലിൽ ഈ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികളുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ഫെററി. കണ്ടോ, ഇനിയിപ്പോൾ അതല്ല ഈ ഫെററി എന്ന് ചോദിക്കുന്നവർക്ക് എന്താ പറയുക, ഈ കാണുന്ന മുതലിനോട് എന്താ പറയാനുള്ളത്, അവസാനത്തെ വാക്കിനോട്. കണ്ടോ, റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് മറ്റപ്പം ചോദിച്ചാൽ അർജുൻ ചോദിച്ച മാതിരി ഇതെന്താ RR എന്ന് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് റോൾസ് റോയ്സ് നോക്കുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേ കണ്ടപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ആയിരുന്നല്ലോ, അതൊക്കെ സെയിലായി എത്ര പെട്ടെന്ന്. എൻ്റെ പൊന്നു കേടു. ഞാൻ അടുത്ത മുതലിനെ വേണമെങ്കിൽ കണ്ടോളി. നമുക്ക് ഗ്ലാസിനുള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കോസ്റ്റ് നോക്കിയേ, കേടു സാധനം. എന്താല്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണാനുള്ള ഭാഗ്യമുള്ളൂ, തൊടാനുള്ള ഭാഗ്യപ്പമില്ല. അപ്പം അത് കഴിഞ്ഞ് ഇനിയിങ്ങനെ പോവുക. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്നല്ല, ഇവിടുത്തെ വേറൊരു കൺകുളിരുന്ന കാഴ്ചയാണ് ഈ ലൈറ്റ് ഉണ്ടല്ലോ. അതായത് പേരലിലേക്ക് ഇങ്ങോട്ട് കയറി കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെ ലൈറ്റുകളാണ്. പനമ കണ്ട ലൈറ്റ്, ഇതുപോലെ ലൈറ്റുകളാണ്. റോഡ് ആ തലക്കൽ മുതൽ ഈ സൈഡ് വരെ, ഇവിടെ വരെ പിന്നെന്താ പറയുക, ലൈറ്റുകളാണ്. ഈ ബസ് ഉണ്ട്, ഞങ്ങൾ
ഈ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഖത്തർ മൊത്തം ചുറ്റി കാണിച്ചു തരും. കണ്ടാ ഡബിൾ ഡെക്കർ ഖത്തർ മൊത്തം, ഖത്തർ, സൂക്കോ വഖഫ്, പിന്നെ പേരൽ, ദഫ്ന, കോർണിഷ്, സകലതും ഇതിനുള്ളിൽ ആഡ് ചെയ്യും. ഓക്കെ, പേരലിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് ബ്ലോക്കാണ്. റോഡ് മൊത്തം ബ്ലോക്കാക്കിയിട്ടാണ് പോലീസുകാർ കുടുങ്ങിക്കണ് വില കൊണ്ട്. ഒക്കെ ലൈറ്റ് ആളുകൾ ആകർഷിപ്പിക്കാൻ ഖത്തറിന് ദുബായിനും കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ. നമ്മൾ കണ്ട നമ്മളൊരു നിഗമനം വെച്ചിട്ട് ബാക്കിയുള്ള രാജ്യം നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം കണ്ട രാജ്യത്ത് വെച്ചിട്ട് പറയാമല്ലോ. പോലീസുകാരുണ്ടോ ബ്ലോക്കാക്കിയിട്ടൊന്നും. ഓക്കെ, പിന്നെ ഈ കാണുന്ന പള്ളി അടിപൊളി പള്ളിയാണ് എന്ന് തോന്നുന്നു. കണ്ടിട്ട് കണ്ടില്ല, അടിപൊളി പള്ളിയല്ലേ. ഞാൻ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ നിഗമനം പറയണമൊക്കെ. എല്ലാം ഒരു നിഗമനല്ലേ പ്രഭു. പോയോക്കെ ജംസി അവിടെ ഉണ്ട്, ഞാനെ കണ്ടുപിടിച്ചോളാം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ആർക്കെങ്കിലും വല്ല ബോധമുണ്ടോ? 5 സ്റ്റാർ റൂമിലൊന്നല്ല നിൽക്കുന്നത്, ആണോ? അല്ല, ഞാൻ നിൽക്കുന്നത് AC കണ്ടോ? ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പിലാണ്. ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. കേട്ടോ, ഓപ്പൺ ആയിട്ടുള്ള ഡോറ്, അതായത് ഓട്ടോമാറ്റിക് ഡോറ്, ഗ്ലാസ്, TV, എല്ലാ കൊണ്ടും കണ്ടോ. TV എന്താ അല്ലേ, നാട്ടിൽ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ മുടക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് മുടക്കി വെച്ചൂടെ? എന്നാൽ 4 ആൾ വന്ന് ഇരിക്കെങ്കിലും ചെയ്യൂലേ. ബസ് സ്റ്റോപ്പിൽ ഞാൻ പെട്ടു, ഡോർ ഓപ്പൺ ആകണില്ല. ഇത് ഓപ്പൺ ആകണില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വരണം, എന്നാലേ ഇപ്പോൾ ഇത് ഓപ്പൺ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഓപ്പൺ ആവില്ല. പണി പാളി. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞില്ലെങ്കിലും പണി പാളിപ്പോയി. ആരെയും വരുമോ കേട്ടെ. പൊക്കി പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ പെട്ടു. രണ്ടാളും പെട്ട് സ്ലോക്ക്. Please open the door. പെട്ടു മോനെ, പെട്ട്. Coming. ആരെങ്കിലും ഒരാൾ വരണപ്പോ പുറത്തു കൂടെ ഇങ്ങനെ നടക്കണം, എന്നാലും ഇപ്പൊ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇനി പെടും, ആകെ പെടും. പുറത്തുനിന്ന് ആളും ഉള്ളിൽ കയറിയ ലോക്കായി. ഇത് വല്ലാത്തൊരു പണിയാ കിട്ടി കേട്ടോ. പുറത്തുനിന്ന് ഒരാൾ വരാണ്ട് തുറക്കാൻ കഴിയൂല, ആകെ ലോക്കായി പോയി. അవ్వా ജംഷി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഈ റൗണ്ട് അബൌട്ടിൻ്റെ അടുത്ത്. ഞാൻ അവിടെ പോയോട്ടെ എന്താ സ്ഥിതി എന്നറിയാം. ഇതാണ് നമ്മളാ ബസ് സ്റ്റോപ്പ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നത്, അതിനറിയില്ലുണ്ടാവില്ല, അതിനറിയില്ല അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ എങ്ങനെയാണെന്ന്. പെട്ടോ, ആളില്ലെങ്കിൽ പെട്ടോ. മറ്റേ ചങ്ങായി നേപ്പാളി ജീവനും കൊണ്ട് ഓടി. ഓന് മനസ്സിലായി ലോക്കായി കഴിഞ്ഞു. ഒരാളതിലെ മുന്നിൽ കൂടെ പോയില്ലെങ്കിൽ ലോക്കായില്ലേ. പിന്നെ ബസ് വരണം, ബസ് വന്നാൽ ഓപ്പൺ ആവും. ബസ് വരുന്നത് വെയിറ്റ് ചെയ്യണ്ടേ. ഞാൻ വെറുതെ ഒരു കൗതുകം തോന്നി ഇപ്പം കയറി നോക്കിയതാ. പണി പശുവെള്ളത്തിലാ പാളി. അല്ലാ, നമ്മളിപ്പോൾ കണ്ട പള്ളിയില്ലേ, ഈ കാണുന്ന പള്ളി അവിടെ, ആ പള്ളീൻ്റെ ഉള്ളിൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. ഇശാ കഴിഞ്ഞാൽ അവിടെ അടക്കാൻ സാധ്യത.
നമ്മളെ പോയോക്കുക കാണാൻ പറ്റുമോ? ഫുള്ള് ഭയങ്കര സംഭവമാണല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കയറി പോകുന്നത്. ഓക്കെ ഓക്കെ എന്താണ് അങ്ങനെ നമ്മൾ പള്ളീൻ്റെ മുന്നിൽ എത്തി. എൻ്റെ പൊന്നോ, കണ്ടമാനുണ്ട് കേട്ടോ കയറിപ്പോവാൻ ഒരുപാട്. എൻ്റെ പൊന്നോ, ഇതെന്താ കവാടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പള്ളീൻ്റെ ഉള്ളത് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഉണ്ടോ, കവാടം കഴിഞ്ഞ് സെൻറ്ററിലേക്ക് ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളും കൊടുക്കുന്നു. പള്ളി കണ്ടുപോയിട്ടുണ്ടാവും, വേറെയുള്ള പള്ളി അത്. എൻ്റെ പൊന്നോ, ഉടുക്കാജി പള്ളി. കരം കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ, എന്താ സെറ്റപ്പ്. കുബ്ബ ചെറുതും വലുതും, ഇതാണ് അടിപൊളി. അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരിക്കുക. നിസ്കാരത്തിനെ ബഹുമാനിക്കണ്ടേ. ഉണ്ടോ, ഏതാ പള്ളി. നോക്കി നോക്കി, ഇത് മേലൊക്കെ ഉണ്ട്. അതവിടെ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ മേലൊക്കെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തോ കുപ്പ കണ്ടിട്ടാണ് ഒരു രക്ഷയില്ലാത്ത കുപ്പ. നോക്കി ഡിസൈനൊക്കെ ഉണ്ടാ, അടിപൊളിട്ടാ, കാണാൻ മാത്രമുണ്ട്. മിമ്പറുതാ അവിടെ. ഓക്കെ, പിന്നെ എ സി കൊടുത്തത് എവിടെയെന്ന് അറിയാം. എ സി ഇത് അതിൻ്റെ ഉള്ളിലാണ് എ സി ഉള്ളത്. ആർക്കും അറിയില്ല, സൗണ്ട് കേട്ടാണ്. രക്ഷയില്ലാട്ടാ. അതുകൊണ്ടൊക്കെ ലിഫ്റ്റൊക്കെ ഉണ്ട് പള്ളിൻ്റെ ഉള്ളിൽ. എടുക്കാൻ എക്സലേറ്ററിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഫോട്ടോ നമുക്ക് എടുക്കാം. ഫോട്ടോ എടുക്കുന്നൊരു വിഷയമല്ലേ. ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ പൈപ്പൊക്കെ നോക്കിയേ. ഏതാ പൈപ്പ്? എന്താ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. എടുക്കുന്ന സ്ഥലം അത്, അത്ര സെറ്റപ്പ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല, വലിയ സംഭവമാണ്. കാരണം ഈ കാണുന്നുണ്ട് ഈ ഡോറ്, അപ്പുറത്ത് പാർക്കിങ്, ബാത്റൂം നിങ്ങൾ കണ്ടില്ലേ, പള്ളീൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ, ഒക്കെ പോട്ടെ. പള്ളീൻ്റെ ഓരോ ലൈറ്റുകൾ നോക്കി എത്ര കിടുവാണെന്നുള്ളത്. പിന്നെ അതും പോട്ടെ, പള്ളീൻ്റെ ഈ കാണുന്ന പൈപ്പ് കാണുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇത് പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്ര ഈ പള്ളി ഞാൻ അതിന് മുന്നേ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പള്ളി ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെ ടൈമിങ്ങിൻ്റെ പ്രശ്നം, പിന്നെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ആകുമ്പോൾ ചടക്കുമ്പോൾ ഇങ്ങനെ നടക്കാറുണ്ട്, ഇതൊക്കെ ആയിരുന്നല്ലോ. ജംഷി അപ്പോൾ എന്തായി? അപ്പോഴേ ഞാൻ ഈ പേരൽ മൊത്തം കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, മൊത്തമല്ല ഒരു സൈഡ്. പക്ഷേ ഈ പള്ളി കയറി വന്നപ്പോഴാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരെ ബൈ ബൈ. ഓക്കെ.